ഹലോ ഗൈസ്, എനിക്ക് നിങ്ങളോട് ആദ്യമേ ഒരു കാര്യം പറയാനുണ്ട്. അത് ഈ കേക്കിനെ കുറിച്ചല്ല. എന്നാൽ നമുക്ക് ആദ്യം കേക്കിനെ കുറിച്ച് പറയാം അല്ലേ. അപ്പോൾ കേക്ക് റെഡ് വെൽവെറ്റ് കേക്കാണ്. ഞാൻ ഉണ്ടാക്കുന്ന സ്റ്റൈലിലാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുള്ളത്. ഡിസൈൻ അവർ ചെറിയൊരു രീതിയിൽ മോഡലൊക്കെ തന്നിട്ട് പറഞ്ഞു അങ്ങനെ ചെയ്തോ, ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ എൻ്റെതായ രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന റെഡ് അല്ലാട്ടോ, നേരിട്ടുള്ള റെഡ്. നിങ്ങളിത് കാണുമ്പോൾ വീഡിയോയിലത്തെ റെഡും നേരിട്ടുള്ള റെഡും തമ്മിൽ ഇച്ചിരി വ്യത്യാസം ഉണ്ടാവും. എന്നാലും ഇത് ഭയങ്കര റെഡാണ്. ഇത്രയും റെഡല്ല, നോർമലി നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു റെഡാണ്. ആ ഒരു രീതിയിലാണ് നമുക്ക് സ്പോഞ്ച് കിട്ടിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്പോഞ്ച് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ബാക്കി അതിൻ്റെ പ്രോസസ്സിങ് നോക്കാം. അത് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓൾറെഡി നമ്മൾ എന്നും ചെയ്യുന്ന പോലെ തന്നെ കേക്ക് ബോർഡിൻ്റെ വെയിറ്റ് ഒക്കെ നോക്കിയിട്ടുള്ളത്. അന്നേരം നമുക്ക് അവസാനം ടോട്ടൽ എത്ര വെയിറ്റ് വന്നു എന്നറിയാന്നിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ ഹോം ബേക്കേഴ്സ് 1 കിലോ കേക്ക് ഉണ്ടാക്കിയാൽ ചിലപ്പോൾ ഒരു 1.5 കിലോയ്ക്ക് ഉണ്ടാവും. അതാണ് ഹോം ബേക്കേഴ്സിൻ്റെ ഒരു കുഴപ്പം. അതെന്തെങ്കിലും ആവട്ടെ, എനിക്ക് വേറൊരു കാര്യം നിങ്ങളോട് പറയാനായിട്ടെന്ന് പറഞ്ഞില്ലേ, അത് വേറൊന്നുമല്ല. ഈ ചില ആൾക്കാരുണ്ട്, അവരുടെ വിചാരം നമ്മൾ ഒരു പണിയില്ലാത്ത ആൾക്കാർ ചെയ്യുന്നതാണ് കേക്കിൻ്റെ ബിസിനസ് എന്നാണ്. അവരുടെ ഓർമ്മ വെറുതെ രണ്ട് കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു വെച്ചാൽ അതായി എന്നാണ്. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ അത്രയും എഫേർട്ടും ടൈമും ഏതൊരു ബിസിനസ് ചെയ്യുന്നത് പോലെ തന്നെ ഇൻവെസ്റ്റും എല്ലാം ചെയ്തിട്ടാണ് നമ്മളൊരു കേക്കിൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഗ്ലൗസ് ഇല്ലാത്ത ആൾക്കാർ, ഈ ഗ്ലൗസ് ഓരോരുത്തരുടെ കംഫർട്ടാണ്. നിങ്ങൾ ഗ്ലൗസ് ഇട്ടിട്ട് ഒരു പത്തിരിക്കോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പൂരിക്കോ നിങ്ങൾ കുഴയ്ക്കാൻ നിൽക്കുമോ? അന്നേരം കുഴയ്ക്കുമ്പോൾ നിങ്ങൾക്കൊരു കംഫർട്ട് കിട്ടില്ലല്ലോ. ഇല്ല എന്നും പറഞ്ഞ് നിങ്ങൾ ഗ്ലൗസ് ഇടുന്നില്ല എന്നോർത്ത് നിങ്ങൾ വൃത്തിയില്ലാത്ത ആൾക്കാർ തന്നെ. നമ്മൾ വീട്ടിൽ കുട്ടികൾക്ക് എത്രയും ഹൈജീനായിട്ടാണ് ഫുഡ് കൊടുക്കുന്നത്, അത്രയും ഹൈജീനായിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നതും. നമ്മളൊരു 10-15 മാക്സിമം ഒരു 30 ആണെങ്കിലും നമ്മൾ കൈ എഴുതുന്നുണ്ടാവും. അതൊന്നും നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല. അങ്ങനെ കാണിച്ച് ചെയ്താൽ വീഡിയോ ഒരുപാട് ലോങ് ആവും. പിന്നെ അതൊന്നും ആൾക്കാരെ കാണിച്ച് ചെയ്യിക്കേണ്ട കാര്യമല്ലല്ലോ. നമ്മൾ എത്രത്തോളം അതിൽ സത്യസന്ധത കാണിക്കുമോ അത്രത്തോളം നമുക്ക് വീണ്ടും ഓർഡേഴ്സ് കിട്ടിക്കൊണ്ടേയിരിക്കും. ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അപ്പം നിങ്ങൾ അങ്ങനത്തെ ആൾക്കാരൊക്കെ എവിടെയെങ്കിലും എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഈ വീഡിയോ കൊണ്ട് അവർക്ക് കാണിച്ചു കൊടുക്കാം. കാര്യം നമ്മൾ ഇത് ചെയ്യുമ്പോൾ ആൾക്കാരുടെ ഒരു ഓർമ്മ മേലെയും മൂല്യമൊന്നുമില്ല, വെറുതെ ഇരുന്ന് അങ്ങനെ ചെയ്യുന്നു, ഇതിന് എന്ത് വിറ്റാനാണ് എന്ന് ചോദിക്കുന്ന ആൾക്കാരെ നമുക്കിതിന് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് സന്തോഷമാണ്. കാര്യം നമുക്കൊരാൾ നല്ലൊരു സാധനം ഉണ്ടാക്കി കൊടുത്ത അയാളുടെ നല്ലൊരു റിവ്യൂ കിട്ടുമ്പോൾ ഒരു ഹാപ്പിനെസ് അത് വീട്ടിലിരുന്ന് ഓണാടിക്കുന്ന ആൾക്കാർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഈ കേക്കിൻ്റെ ബിസിനസ് ഉള്ള ഏതൊരാൾക്കാരും നേരിടുന്ന ഒരു പ്രശ്നമായിരിക്കും, നിനക്ക് ഇതൊന്നും അല്ലാതെ വേറൊന്നും അറിയില്ലേ എന്ന് ചോദിക്കുന്നത്. ഒരു നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ട് അതിൻ്റെ റിവ്യൂ കേൾക്കണമെങ്കിൽ അതിനും ഒരു ഭാഗ്യമൊക്കെ വേണം. അതല്ലാതെ ഈ എല്ലാവരെയും കുറ്റം പറഞ്ഞ് നടന്ന് മറ്റുള്ളവർ വാങ്ങാത്തതുകൊണ്ട് ഞങ്ങളും ഇവരുടെ നിന്ന് കേക്ക് വാങ്ങാറില്ല എന്നുള്ളൊരു മുടന്ത ന്യായങ്ങളൊന്നും പറയാതെ ആദ്യം നിങ്ങളെപ്പോലുള്ള ആൾക്കാർ എന്ത് ചെയ്യേണ്ടത്, കടയിൽ നിന്ന് വാങ്ങി കഴിക്കുക, എന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും അസുഖങ്ങൾ വരുത്തുക, അത് നടക്കുള്ളൂ. എന്ന് വെച്ചാൽ നമ്മൾ അത്രയും ഹൈജീനായിട്ട് കൊടുക്കുന്ന കേക്ക് പറ്റില്ലല്ലോ. പിന്നെ പ്രീമിക്സ് ഒക്കെ യൂസ് ചെയ്ത് കുറച്ച് കെമിക്കലുള്ള കേക്കല്ലേ പറ്റുള്ളൂ. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ അതൊക്കെ മേടിച്ച് കഴിക്കുക. ഹോം ബേക്കേഴ്സിൻ്റെ നെഞ്ചത്തേക്ക് കയറാൻ നിൽക്കണ്ട. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഈ വെയിറ്റിൻ്റെ കാര്യം നമുക്ക് പൊതുവേ ബേക്കറികളിലൊക്കെ കേക്ക് തരുന്ന സമയത്ത് അവർ ഒരുപാട് കേക്ക് ഒന്നിച്ച് ചെയ്യുമ്പോൾ ഇതിനു മുന്നേ പറഞ്ഞു അവർക്ക് അത്രയും എഫേർട്ട് കുറവാണ്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. നമ്മൾ അത്യാവശ്യം എഫേർട്ട് കാര്യങ്ങൾ ഇട്ടാണ് ഒരു കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു കേൾക്കുന്ന ആൾക്കാർ ഓർക്കും അതാ നിങ്ങൾ ചെയ്യാതിരുന്നൂടേന്ന് ഓർക്കും. പക്ഷെ അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവാനുള്ള ബുദ്ധിയില്ലാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എന്തായാലും ഇതാണ് ഫൈനൽ ലുക്ക്. ഞാനത് നേരത്തെ കാണിച്ചിരുന്നുണ്ട്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തിട്ട് പൊക്കോട്ടോ. ബൈ.